ഹായ് എല്ലാ കൂട്ടുകാർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ദിവസം തുടങ്ങിയിട്ടുണ്ട്. 5 മണിയായിട്ടുണ്ട്. നമ്മൾ ഉറക്കം എണീറ്റു തണ്ട് 5 മണിയായി. അപ്പോൾ അടുത്ത ചായ ഒരു ദിവസം ഫസ്റ്റ് ചായയിൽ തുടങ്ങി താണ്ടേ നമ്മളുടെ ചെടികളുടെ പരിപാലനമാണ് ഫസ്റ്റ്. അവർക്കെല്ലാം വെള്ളം ഈ സമയത്ത് തന്നെ നനച്ചു കൊടുക്കും. ഇപ്പം നേരം വെളുത്തിട്ടില്ല, ലൈറ്റ് ഇട്ടിരിക്കുകയാണ്. അതിനുശേഷം നമ്മളുടെ മണിയൻ്റെ കുളിയാണ്. ആളിനെ കുളിപ്പിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. നേരത്തെ 2-3 പേരുണ്ടായിരുന്നു. സ്ഥിരമായിട്ട് 3-2 ഒക്കെ പേര്, ഇപ്പോൾ ഒരാൾ മാത്രമേ ഉള്ളൂ. അയാളെ കുളിപ്പിച്ച് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ അടുപ്പ് കത്തിച്ചു കുടിക്കാനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തിളയ്ക്കുമ്പോഴത്തേക്കും നമ്മളുടെ അടുത്ത പരിപാടി തുടങ്ങാം. അത് തിളച്ചു. നമ്മളുടെ ചോറിനുള്ള വെള്ളം വച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളുടെ വെള്ളം ചൂടായി, അരി കഴുകി അടുപ്പത്തിട്ടു. വേകുമ്പോഴത്തേക്കും അകത്തേക്കുള്ള പരിപാടി നമുക്ക് തുടങ്ങാം. നമ്മളുടെ ഇഡലി അകത്ത് റെഡിയായി തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ അതിലേക്കുള്ള ഒരു സാമ്പാർ ഇതൊക്കെയായിട്ട് പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്. നമ്മളുടെ പച്ചക്കറിയൊക്കെ തലേന്ന് നമ്മൾ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പെട്ടെന്ന് തന്നെ സാമ്പാർ റെഡിയാക്കാം. വേവിച്ച് വെച്ചിരിക്കുന്ന അതിനോടൊപ്പം തന്നെ പച്ചക്കറി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇപ്പോൾ ലേശം ഉലുവായും ജീരകവും കൂടെ ചതച്ചത്, നമ്മളുടെ ഒരു നുള്ളു കായം, ഉപ്പ്, ഇതെല്ലാം കൂടെ, കറിവേപ്പില എല്ലാം കൂടെ വെച്ചതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ഇതിലോട്ട് ഇട്ട് കൊടുക്കുക, തോരപ്പരിപ്പിലോട്ട്. എന്നിട്ട് അതിൻ്റെ അത്രയും നിരപ്പിന് തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഉപ്പും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം. ഓരോ കുക്കറിനും ഓരോ രീതിയിലുള്ള വേവാണ്. അപ്പോൾ ഒരു തക്കാളിയുടെ അരിഞ്ഞിട്ട് കൊടുത്തതിന് ശേഷം കുക്കർ മൂടി നമുക്ക് ഒരു 3-4 വിസിൽ കേൾക്കുമ്പോഴത്തേക്കും സാമ്പാർ റെഡിയാവും. അപ്പോൾ നമ്മളുടെ ഇഡലിയും സാമ്പാറും ഒക്കെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ കാപ്പിയുടെ പരിപാടിയെല്ലാം കഴിഞ്ഞു. നമുക്ക് കടുക് വറുത്ത് സാമ്പാറിന് ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനും കടുക് വറുത്ത് ഇപ്പോൾ രാവിലത്തെ കാപ്പി റെഡിയായിട്ടുണ്ട്. കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ നമ്മളുടെ വീടിൻ്റെ അടുത്ത്. നമ്മളുടെ പൊന്നു ചാനൽ കാണുന്ന എല്ലാവരും നമ്മളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ നമ്മളിടുന്ന എല്ലാ നോട്ടിഫിക്കേഷൻസും എല്ലാവർക്കും കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഉറപ്പായിട്ട് നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവർ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റുകൾ അറിയിക്കണം. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളുടെ എല്ലാ ഇതിനും പ്രോത്സാഹനമായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മളുടെ അമ്പലം. ചുറ്റുമാണ് ധർമ്മശാസ്താവ് ഇവിടെ തൊഴുത്. അപ്പുറത്തോട്ട് സർപ്പദേവനുണ്ട്. ഏറ്റവും കൂടുതൽ തവണ ഉത്സവം നടക്കുന്ന ഒരു അമ്പലമാണ് നമ്മളുടെ പന്മന സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ഒരു വർഷം തന്നെ 3-4-5 തവണ ഉത്സവം. ദീപാവലിക്ക്, പിന്നെ കൊടിയേറ്റ്, പിന്നെ കാവടി, തൈപ്പൂയത്തിന്, അങ്ങനെ എല്ലാ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഒരു വർഷത്തിൽ തന്നെ ഉത്സവം നടക്കുന്ന
അമ്പലമാണ് പന്മന സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. എല്ലാവരും വന്ന് ഒന്ന് കണ്ട് ഭഗവാന്റെ അനുഗ്രഹം വാങ്ങിക്കാൻ ശ്രമിക്കുക. ഹൈവേയുടെ തൊട്ടടുത്ത് തന്നെയാണ്, ദൂരമൊന്നുമില്ല. വളരെ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും കയറാൻ പറ്റിയ ഒരു സ്ഥലത്ത് തന്നെയാണ് നമ്മളുടെ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ മിക്കവാറും പോകാറുള്ളതാണ്. ഇപ്പോൾ കൊടിയേറ്റ കണക്ക് ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ജോലിയെല്ലാം ഒന്ന് ഒതുക്കിയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇതവിടെ മയിലിൻ്റെ കൂടാണ്. ഇപ്പം കൂട്ടിലിടാൻ പറ്റില്ല, അതുകൊണ്ട് ഒരു പുറത്തൊക്കെ തന്നെ കറങ്ങി നടക്കുകയാണ്. ഉടുമ്പൻ സ്വാമി ഇവിടെയാണ്. ഒക്കെയാണ് ഇവിടുത്തെ ദക്ഷിണയായിട്ട്. നമ്മളകത്തോട്ട് കയറി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിനകത്തോട്ട് ഞാനങ്ങനെ വീഡിയോ ആയിട്ടൊന്നും പിടിച്ചിട്ടില്ല, ചുമ്മാ മൊബൈൽ ഓണാക്കി ഇട്ടിരുന്നതാണ്. അപ്പോൾ അതിനകത്തെല്ലാം ഇങ്ങനെ ഒരുവിധമൊക്കെ പിടിച്ചെന്നേ ഉള്ളൂ. മൊബൈൽ ഓണാക്കി ഇട്ടിട്ട് അകത്ത് കയറി തൊഴുതു. അപ്പോൾ ഇതെല്ലാം അതിനകത്തോടെ ഒന്ന് പിടിച്ചു പോയതാണ്. നിങ്ങളെ ഒന്ന് കാണിക്കാമെന്നുള്ള ആഗ്രഹത്തിൽ ഓണാക്കി ഇട്ടതാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം പന്മന കരക്കാരുടെ വകയായിട്ടായിരുന്നു ഉത്സവം. അന്നദാനവും ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക്. അപ്പം ഞാനതിനൊന്നും നിന്നില്ല, അമ്പലത്തിൽ തൊഴുതിട്ട് വീട്ടിലേക്കൊന്നും പോയി ഭഗവാനെ ഇവിടെ പ്രത്യേക ഒരാൾ നിൽപ്പുണ്ട്. നമ്മുടെ ശരവണനാണ്. ആളെ എല്ലാവർക്കും സോഷ്യൽ മീഡിയയിലെല്ലാം വൈറലായ ഒരാളാണ്. പ്രസിദ്ധിയും കുരുത്തേക്കടൊക്കെയാണ്. മണി ഭയങ്കര കുരുത്തേക്കട, ഒരു സമയം അടങ്ങി നിൽക്കില്ല. വാരിയെടുത്ത് തലവഴിയെ മേത്ത് മണ്ണുമൊക്കെ വാരിയിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പം നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മളുടെ പരിപാടി, ഉച്ചക്കലത്തേക്കുള്ള പരിപാടി തുടങ്ങി. അതെ, ചൂരയാണ് കറി വെക്കാനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള സാധനങ്ങൾ അരയ്ക്കാനായിട്ടുള്ള സാധനമാണ്. അപ്പോൾ ചട്ടിക്കലം ചൂടായിട്ടുണ്ട്. ഉള്ളി വഴറ്റി വെക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പച്ചമുളകും സവാള, ഇഞ്ചി, തക്കാളി എല്ലാം, കറിവേപ്പില, വെളുത്തുള്ളി എല്ലാം കൂടെ വെളിച്ചെണ്ണയ്ക്കകത്ത് കടുവറുത്ത് വഴറ്റി, അതിനുശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവ, ലേശം പുളിയും കൊച്ചുള്ളി എല്ലാം കൂടെ അരച്ച് മിക്സിയിൽ അരച്ചിട്ട് നമ്മൾ ഈ വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ തേങ്ങ ഒന്നും ചേർക്കാൻ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ഉണ്ടാക്കാം. വെളിച്ചെണ്ണയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്തതാണ്ടേ നമ്മളുടെ കാബേജ് തോരനായിട്ടുള്ള സാധനം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും നല്ല ഒരു അടുപ്പത്തോട്ട് വെച്ച്, അപ്പോൾ അതും റെഡിയായി. അപ്പോഴേക്കും നമ്മളുടെ വഴറ്റിയതിനകത്തോട്ട് അതിൻ്റെ അരപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലേശം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമ്മളുടെ ഉച്ചവരെ ഏകദേശമുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഒരുവിധമൊക്കെ എടുത്തു വച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഒരു ദിവസം അത് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇതൊക്കെയാണ് നമ്മളുടെ ഒരു ദിവസേന നടക്കുന്നതാണ്ട് ഓരോ വിശേഷങ്ങളും. അപ്പോൾ കഴുകി വെച്ചിരിക്കുന്ന ചൂര കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് ഞാൻ നുറുക്കി വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് അരപ്പിലോട്ട് ആഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പും പാകത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു
10-20 മിനിറ്റ് അത് നല്ലതുപോലെ തിളച്ച് അരപ്പ് പിടിക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ തുറക്കുമ്പോൾ നോക്കാം നമുക്ക്. ഇത് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ചൂര ഉള്ളി വഴറ്റി വെക്കുന്നത്. തേങ്ങയൊന്നും വേണ്ട. അടുത്ത അതിൻ്റെ ഒരു തല വറുക്കുന്നതിനായിട്ട് വേണ്ട വെളുത്തുള്ളി, ഇഞ്ചി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ലേശം കറിവേപ്പിലയും കൂടെ വേണമെങ്കിൽ നമുക്ക് അരച്ചെടുക്കുന്നുണ്ട്. മിക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് വെളിച്ചെണ്ണയ്ക്കകത്തോട്ടിട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഏകദേശം പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഉച്ചവരെയുള്ള എല്ലാവർക്കും, എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യും.